ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഫ്രാൻസിലെ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു തീർത്ഥാടന കേന്ദ്രമായ ലൗസിലെ പരിശുദ്ധ അമ്മയെപ്പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. 1664 ഈ പരിശുദ്ധ അമ്മ ലൗസിലെ ബെനോയിത്ത് എന്ന് പറയുന്ന ഒരു ഇടയ ബാലികയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഈ പ്രത്യക്ഷപ്പെടൽ 1664 ആരംഭിച്ചെങ്കിലും ഇത് അവസാനിക്കുന്നത് 54 വർഷങ്ങൾക്ക് ശേഷമാണ്, 1718. അതും അവൾ മരിച്ചതുകൊണ്ട് മാത്രം. അതെ, 17 വയസ്സ് മുതൽ ഒരു പെൺകുട്ടിയുടെ മരണം വരെ പരിശുദ്ധ അമ്മ അവളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അത് വെറുതെയുള്ള ഒരു ആത്മീയ സാന്നിധ്യമായിട്ടല്ല, ശരിക്കും ശാരീരികമായി പരിശുദ്ധ അമ്മ അവളുടെ കൂടെ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരത്തിനിടയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ലൗസിലെ ബെനോയിത്ത് എന്ന് പറയുന്ന സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധമായിരുന്നു. ഈ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അനേകരെ ഈ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ആളുകളെ പാപത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി നീ പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. അവൾ പരിശ്രമിച്ചു. പ്രിയമുള്ളവരെ, അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം അമ്മയെ തന്നെ വിശേഷിപ്പിച്ച ഒരു പേര് എന്ന് പറയുന്നത് പാപികളുടെ സങ്കേതമേ എന്നായിരുന്നു. അതെ, യഥാർത്ഥത്തിൽ പാപികളുടെ അഭയമായി ഒരാലയം പണിയണമെന്നും ആ ആലയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കുമ്പസാരത്തിനും കുർബാനയ്ക്കുമാണെന്നും അങ്ങനെ ക്ഷമിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അനേകം മക്കൾ എൻ്റെ മകൻ്റെ ഹൃദയത്തിൽ ഒരിടം നേടണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുകയും അത് ഇവളെ അറിയിക്കുകയും ആ ഒരാഹ്വാനം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മരണം വരെ അമ്മയുടെ വിശ്വസ്ത അടിമയായി അവൾ ജീവിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. പ്രിയമുള്ളവരെ, അവൾ മരണമടയുന്നതിന് മുമ്പുള്ള ഏതാനും ദിവസങ്ങളെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. 1718 അവൾക്ക് 71 വയസ്സ് പ്രായമുള്ളപ്പോൾ 1718 ക്രിസ്മസ് ദിനം അവൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. പിന്നീട് ഡിസംബർ 28 കുഞ്ഞു പൈതങ്ങളുടെ അന്ന് ആത്മാവിനാവശ്യമായ അന്ത്യകൂദാശകളൊക്കെ സ്വീകരിച്ച് രാത്രി 8 മണിയോടെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നിദ്ര പ്രാപിക്കുന്നതിന് മുമ്പ് അവിടെയുള്ളവരോട് അവൾ യാത്ര പറഞ്ഞു. മേശപ്പുറത്ത് വെച്ചിരുന്ന വിശുദ്ധ കുരിശിൻ്റെ തിരുസ്വരൂപമെടുത്ത് ചുംബിച്ചു. എന്നിട്ട് ശാന്തമായി കർത്താവിൻ്റെ പക്കലേക്ക് യാത്രയായി. പ്രിയമുള്ളവരെ, കൊതി തോന്നിപ്പിക്കുന്ന ഒരു ജീവിതവും കൊതി തോന്നിപ്പിക്കുന്ന ഒരു മരണവും. ഈ ബെനോയിത്ത് എന്ന സ്ത്രീ ഇത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവൾ തിരിച്ചറിഞ്ഞ സാന്നിധ്യത്തെ പിന്നീട് ഒരിക്കലും അവൾ വിട്ടുകളഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മരണം വരെ ബെനോയിത്ത് എന്ന പെൺകുട്ടിയുടെ കൂടെ പരിശുദ്ധ കന്യകാമറിയം അവളുടെ യഥാർത്ഥ അമ്മയായി കൂടെ ജീവിച്ചു. പ്രിയമുള്ളവരെ, ഈ അമ്മ നമ്മോട് പങ്കുവയ്ക്കുന്ന കാര്യം ഇത്രമാത്രം. ദൈവാലയം എന്നത് കെട്ടിടത്തിൻ്റെ ഒരു ഭംഗിയോ കെട്ടിടത്തിൻ്റെ ഒരു വിശാലതയോ അല്ല, മറിച്ച് ക്ഷമിച്ച് കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് കർത്താവ് ഈശോ മിശിഹായുടെ കൂടെ ആയിരിക്കേണ്ട ഇടമാണ്. ആ ഇടത്തിലേക്ക് ചെന്നെത്താനാണ് അമ്മ ഈ മകളോട് ആവശ്യപ്പെട്ടത്. അതുതന്നെയാണ് ഈ അമ്മയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളോട് അമ്മ ആഹ്വാനം ചെയ്യുന്നത്. പ്രാർത്ഥിക്കാം, കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം. കാരുണ്യവാനായ കർത്താവേ, കുമ്പസാരങ്ങൾ ഒരുപാട് നടത്തിയിട്ടും ക്ഷമിക്കാൻ പറ്റാത്ത ചില വ്യക്തികൾ എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നില്ലേ? അത് ഒളിഞ്ഞു കിടക്കുന്നതല്ല, മറിച്ച് അത് തെളിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ഒരുപാട് പേരോട് പൂർണ്ണമായും ക്ഷമിക്കാൻ പറ്റാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നില്ലേ? പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, നിന്നെക്കൊണ്ട് അത് പറ്റത്തില്ല, പക്ഷേ നമുക്ക് ഒരുമിച്ച് നിന്നാൽ അതെളുപ്പം സാധിച്ചെടുക്കാൻ സാധിക്കും, അതെളുപ്പത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവേ, നിൻ്റെ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സഹായത്താൽ എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടക്കുന്ന വിദ്വേഷങ്ങളും വെറുപ്പുകളും എടുത്തുമാറ്റി പൂർണ്ണമായ മനസ്താപത്തോടെ കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.